പ്രവാസം ഇതു ജീവിതം, ഇതു പ്രവാസം ഇതു ജീവിതം. പൂവിൻ ഇതൾ പോലെ പരിമളം പരത്തി, പൂവിൻ ഇതൾ പോലെ പരിമളം പരത്തി, പലതായി കൊഴിയും മറ്റുള്ളവർക്കായി, പലതായി കൊഴിയും മറ്റുള്ളവർക്കായി. ഇതു പ്രവാസം ഇതു ജീവിതം, ഇതു പ്രവാസം ഇതു ജീവിതം. ഇത് ഹാജിക്ക. മുഹമ്മദ് എന്നാണ് പേരെങ്കിലും പ്രവാസ ലോകത്ത് ഇദ്ദേഹം ഹാജിക്കയാണ്. 32 വർഷമായി ഈ മണ്ണിലെത്തിയിട്ട്. ഈ മണ്ണിൻ്റെയും ഇവിടുത്തെ മനുഷ്യരുടെയും ചൂടും ചൂരും ഏകാന്തതയും കൃത്യമായി അറിയാവുന്ന ആൾ, സഹൃദയനായ ഒരു സാമൂഹ്യ പ്രവർത്തകൻ. പ്രേക്ഷകരിലേക്ക് ഏറ്റവും ഒടുവിലത്തെ വിവരങ്ങൾ, നമുക്ക് ലഭ്യമായ വിവരങ്ങളൊന്ന് പറഞ്ഞു പോകാം. നമുക്ക് കൂടുതൽ ദൃശ്യങ്ങൾ ഇപ്പോൾ അവിടെ നിന്ന് വരുന്നുണ്ട്. നോക്കൂ, ആശങ്കപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ തന്നെയാണ്. പ്രാർത്ഥന നടക്കുന്ന ഹാളിനുള്ളിൽ ഒരു 3 തവണയാണ് പൊട്ടിത്തെറി ഉണ്ടായത്. ആ ഹാളിന് മധ്യഭാഗത്തായി ആദ്യം ഒരു പൊട്ടിത്തെറി, അത് കഴിഞ്ഞ് 2 പൊട്ടിത്തെറികൾ ഒരുമിച്ച് കേട്ടുവെന്നാണ് ദൃക്സാക്ഷി നമ്മളോട് പറഞ്ഞത്. സ്ഫോടനത്തിന് കാരണം ഇപ്പോഴും വ്യക്തമല്ല. 2300ഓളം കുട്ടികളും പ്രായമായവരും സ്ത്രീകളും ഒക്കെ പങ്കെടുക്കുന്ന 2300ഓളം പേർ പങ്കെടുക്കുന്ന ഒരു സമ്മേളനമായിരുന്നു. ഭീകരവാദ പ്രവർത്തനങ്ങളുടെ ഫലമായി ഇതൊക്കെ വിശ്വസിക്കാമോ? ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യത്തിൽ എത്തുന്നത് വിശ്വസിക്കാതിരിക്കാൻ കഴിയില്ലല്ലോ. ടിവിയിലൂടെ നമ്മൾ നേരിട്ട് കാണുകയല്ലേ. ചാച്ചൻ എന്ത് കണ്ടു എന്നാ പറയുന്നേ? ചാച്ചൻ മാത്രമല്ലല്ലോ കാണുന്നേ, നമ്മൾ 3 പേരും കാണുകയല്ലേ. ആഭ്യന്തരമന്ത്രി മാത്രമല്ല, വേണ്ടപ്പെട്ടവരുടെ സ്റ്റേറ്റ്മെന്റും വരുന്നുണ്ടല്ലോ. സംസാരിച്ചിരുന്നു. വേണ്ടപ്പെട്ടവരോ? ആർക്ക് വേണ്ടപ്പെട്ടവര്? രാഷ്ട്രീയക്കാർക്കോ അതോ കോർപ്പറേറ്റുകൾക്കോ? ഒന്നിലും ഒരു കഴമ്പുമില്ല. പിന്നെ ഈ പ്രസ്താവനകളോ? പ്രസ്താവനകൾ മാധ്യമങ്ങൾക്കുള്ളതാണ്, അവർ അതിന് പിറകെ പോയിക്കോളും. അപ്പോഴും സത്യം പറഞ്ഞു തന്നെ കിടക്കും. അപ്പോ നീ ജേർണലിസം പഠിക്കുന്നതിൽ അർത്ഥമുണ്ട്. എന്റെ അമ്മച്ചി, ഈ കാലത്ത് കാണുന്നതെല്ലാം സത്യമല്ല, കേൾക്കുന്നതും. സത്യം അറിയണമെങ്കിൽ 2 ദിവസമെങ്കിലും കാത്തിരിക്കണം, പ്രത്യേകിച്ച് ഈ ന്യായീകരണ കാലത്ത്. ഇത് ജോസഫ്. 15 വർഷമായി പ്രവാസ ലോകത്തെത്തിയിട്ട്. ഇദ്ദേഹം ഒരു കോർപ്പറേറ്റ് കമ്പനിയിലും ഭാര്യ ആനി മെഡിക്കൽ ഫീൽഡിലും വർക്ക് ചെയ്യുന്നു. മകൾ അന്ന ഒരു ജേർണലിസ്റ്റ് ആവാനുള്ള ശ്രമത്തിലാണ്. അല്ല അനിലെ, നീ വണ്ടി കഴുകാണോ മൊബൈലിൽ നോക്കാണോ? ഒരു കാര്യം ചെയ്യ്, ആചാര്യ തന്നെ വന്നിങ്ങോട്ട് ഈ മെസ്സേജ് ഒന്ന് തള്ളിക്കേ. നമുക്ക് ഉറപ്പില്ലാത്ത കാര്യങ്ങളൊന്നും ഷെയർ ചെയ്യല്ല അനിലെ. അല്ലെങ്കിൽ ആചാര്യക്ക് പറഞ്ഞിട്ടുള്ളതേ നോമ്പും പ്രാർത്ഥനയൊക്കെയാണ്. ഈ ലോകത്തിന്റെ ഒരു കിടപ്പുണ്ടല്ലോ, അത് നിങ്ങളെപ്പോലുള്ളവർക്ക് മനസ്സിലാവില്ല. അതെന്താ ഇപ്പോ ലോകം കിടന്നോ? അതായത് ഈ ജാതി, മതം, വർണ്ണം, വർഗം, ഈ കോർപ്പറേറ്റുകള്, രാഷ്ട്രീയം, ഇതെല്ലാം കൂടിയിട്ടുള്ള ഒരു കിടപ്പുണ്ടല്ലോ, ആ കിടപ്പാണ് ഞാൻ ഉദ്ദേശിച്ചത്. നമ്മുടെ യമിനിയാണല്ലോ. ഇത് അനിൽ. പ്രവാസിയായിട്ട് കുറച്ചു നാളുകളെ ആയിട്ടുള്ളൂ. ചാറ്റിങ്ങും ഷെയറിങ്ങുമായി സോഷ്യൽ മീഡിയയിലാണ് ജീവിതം. യൂട്ടേൺ 91 അവിടെ ഒരു ബ്രിഡ്ജില്ലേ? ഫ്രിഡ്ജ് അല്ല, ഫ്രിഡ്ജ് എന്ന് പറഞ്ഞ പഴയ സാധനം വെക്കുന്ന സ്ഥലല്ലേ? അവിടെ നീച്ചെ അവിടെ അങ്ങനെ കറങ്ങി വാ. അങ്ങനെ കറങ്ങി
അവിടെ തന്നെ. എന്താണ് മനസ്സിലാകയ്യ? അല്ല, ഈ ബ്രിഡ്ജിന് എന്താണ് പറയാ ഹാജിക്ക? കുബിരി 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 കുബിരിന്റെ അടീക്കൂടെ അങ്ങനെ വന്നാലേ അവിടെ എത്തുള്ളൂ. ആ, തിരിയാന് എന്താണ് ഇങ്ങനെ ആയാല്? അല്ല, വ്യാഴാഴ്ച ആയിട്ട് ആചാര്യക്ക് ഇന്ന് നോമ്പല്ലേ? അതെ, നോൽമ്പാണ്. എന്നിട്ടു ദൂരയാത്രക്കുള്ള എന്തോ ഒരു പുറപ്പാടാണല്ലോ. കുറച്ച് ദൂരമുണ്ട്, എന്നാലും പോകാതിരിക്കാനാവില്ല. ഏ എന്താപ്പ അതിന്റെ ഒരു കിടപ്പ്? നീ നേരത്തെ പറഞ്ഞില്ലേ, ജാതി, മതം, വർഗം, വർണ്ണം, അതുപോലെ ജോലി ഉള്ളവർ ഇല്ലാത്തവര്, രോഗികള്, പ്രയാസങ്ങളും പ്രതിസന്ധികളും പ്രയാസങ്ങളിൽപ്പെട്ടവര് എല്ലാവരും കൂടിയുള്ള ഒരു കിടത്തമുണ്ട് ഈ പ്രവാസ ലോകത്ത്. സ്നേഹ സൗഹൃദങ്ങൾ പങ്കുവെച്ചുകൊണ്ടുള്ള ഒരു കിടത്തം. എന്താ ഹാജിക്ക? അതെ, ദൂരയാത്ര വല്ലതുമുണ്ടോ ഹാജിക്ക എന്നൊന്ന് ഞാൻ ചോദിച്ചതാ. അതിനാണ് ഈ ശരിയാണല്ലോ, ഹാജിക്കയെ കണ്ടിട്ട് ഒരു ലോങ് യാത്രക്കുള്ള ലക്ഷണമുണ്ടല്ലോ. ആട്ടെ, എങ്ങോട്ടെങ്കിലും പോകുന്നുണ്ടോ? നമ്മുടെ ഭാസ്കരൻ വിളിച്ചിരുന്നു, അവന്റെ കുടുംബം വന്നേക്കണ്. ആര്? നമ്മുടെ ബാസിയേട്ടനോ? കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ചിരുന്നു. ഞാൻ ഇന്ന് ചെല്ലാന്ന് വാക്കും കൊടുത്തു. എന്നാ പിന്നെ നമുക്ക് ഒരുമിച്ച് പോകാം. അത് കൊള്ളാലോ. കുറച്ച് നാളായി ഞാൻ നിന്റെ ഫാം കാണണമെന്ന് ആഗ്രഹിക്കണേ. ഹാജിക്കാക്ക് എന്റെ ഫാമും കാണാം, എനിക്ക് ബാസിയേട്ടനെയും കാണാം. അല്ല ജോസഫേട്ടാ, ഈ ഡ്യൂട്ടിക്കിടയിലുള്ള യാത്ര ശരിയാണോ? പ്രത്യേകിച്ച് ഈ ആചാര്യം കൊണ്ട്. നിങ്ങൾ ഈ വാർത്തകളൊന്നും കാണുന്നില്ലേ? അനിലേ, ഈ കാലത്ത് കാണുന്നതെല്ലാം സത്യമല്ല, കേൾക്കുന്നത്. സത്യമറിയണമെങ്കിൽ 2 ദിവസമെങ്കിലും കാത്തിരിക്കണം, പ്രത്യേകിച്ച് ഈ ന്യായീകരണ കാലത്ത്. നിങ്ങൾ എന്തിനെയാണ് ഈ ന്യായീകരിക്കുന്നത്? വാർത്തകളാണ് അനിലിന്റെ പ്രശ്നം. എന്നാലൊരു കാര്യം ചെയ്യ്, നീയും കുപ്പായം മാറി വാ, എന്റെ പ്രശ്നത്തിനൊരു പരിഹാരം കാണാം. എത്ര പെട്ടെന്നാണ് കാലങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഹലോ, അസ്സലാമു അലൈക്കും. ഹാജിക്ക. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ. എന്താ റിയാസേ, എന്ത് പറ്റി? ഹാജിക്ക, നിങ്ങൾ ഒന്ന് ഇവിടെ വരെ വരണം. നമ്മുടെ ആ പയ്യന് നാട്ടിൽ പോകാൻ കഴിയില്ല കേട്ടോ. അവൻ ആകെ വിഷമിച്ച് ഇവിടെ വന്നിരിക്കുകയാണ്. നമുക്ക് ആ റിയാസിന്റെ അടുത്തൊന്ന് കയറണം. ഹാജിയാർക്ക് ഓരോന്ന് വന്നുകൊണ്ടേയിരിക്കും. പന്തികളിൽ പക്ഷഭേദങ്ങളില്ല, ജാതി മതങ്ങളെ വേർതിരിവില്ല. ഒഴിയാണ്ടെന്നും പഴുത്തിലകൾക്ക് താങ്ങായി തണലായി പച്ചിലകളെന്തും എങ്ങും നന്മകൾ പൂക്കും ഹൃദയം മാത്രം. എന്താ, എന്തു പറ്റി? പാസ്പോർട്ട് എക്സ്പയർ ആയി. ഇതു പ്രവാസം, ഇതു ജീവിതം, ഇതു പ്രവാസം. വിഷമിക്കണ്ട, ഞാൻ നമ്മളെ സൈഫുദ്ദീൻ ഒന്ന് വിളിക്കട്ടെ. എനിക്കറിയാം, അതുകൊണ്ടാണ് വിളിച്ചത്. ഈ പാസ്പോർട്ട് ഇപ്പം തന്നെ റിയാദിലെത്തിക്കണം. ആ അപേക്ഷയും. ശാന്തമായൊഴുകും പുഴയായി തോന്നും ഉള്ളിലിരമ്പും കടലായി. എന്താ എന്നെ തന്നെ ഇങ്ങനെ നോക്കുന്നേ? ഞാൻ നിങ്ങളെ രണ്ടുപേരെയും കുറിച്ച് ഓർക്കുകയായിരുന്നു, ഹാജിക്കയെയും ബാസിയേട്ടനെയും. നീ അതിപ്പോഴും മറന്നിട്ടില്ലല്ലേ? ഇന്നലത്തെ പോലെ പരിചയമില്ലാത്തവർക്ക് പോലും രക്തം കൊടുക്കുവാനുള്ള നിങ്ങളുടെ ആ ഓട്ടം, ആഹാരത്തിന് ബുദ്ധിമുട്ടുന്നവർക്ക് അതിനുള്ള വക, നിരാലംബരായവരുടെ മയ്യത്ത് സംസ്കാരം, ഇതുപോലെ നാടണയാൻ കഴിയാത്തവർക്ക് നിയമസഹായം, അങ്ങനെ എന്തെല്ലാം.
തിരക്കു കാരണം ഒന്നിലും എനിക്ക് കൂടിച്ചേരാൻ കഴിഞ്ഞില്ല. ഇപ്പോ അന്ന് നമ്മൾ നടത്തിയ കല്യാണങ്ങളോ, നീയല്ലേ അതിന് മുന്നിൽ നിന്നത്? അതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യം. സമ്പാദ്യം? അപ്പൊ നിങ്ങൾ ഇവിടെ കുറെ പിരിച്ചിട്ടുണ്ടാകുമല്ലേ? ഉവ്വ്. ഇവിടെ മാത്രമല്ല, നാട്ടിൽ ബാസിയും ഞങ്ങൾ ഇവിടെയും. അപ്പൊ അതാണ് അതിന്റെ ഒരു കിടപ്പ്. കിടപ്പോ? ഏതിന്റെ? ഈ പിരിവേ? അന്നുണ്ടല്ലോ. നമുക്ക് പോകാം ഹാജിയാർ. റിയാസ, ഉള്ളിലിരമ്പും കടലാണെങ്കിലും ശാന്തമായൊഴുകും പുഴയായി ഉള്ളിലിരമ്പും കടലാണെങ്കിലും ശാന്തമായൊഴുകും പുഴയായി തിരശീലതുയർത്താതെ ചായങ്ങൾ തേക്കാതെ തിരശീലതുയർത്താതെ ചായങ്ങൾ തേക്കാതെ രംഗം തുടരുമി ജീവിത നാടകം ഇതു പ്രവാസം ഇതു ജീവിതം ഇതു പ്രവാസം ഇതു ജീവിതം പൂവിൻ ഇതൾ പോലെ പരിമളം പരത്തി പൂവിൻ ഇതൾ പോലെ പരിമളം പരത്തി പലതായി കൊഴിയും. ജോസഫേ, നിങ്ങൾ കുടിക്കാൻ എന്തെങ്കിലും വാങ്ങ്. ഹാജിയാർക്കൊന്ന് നോമ്പല്ലേ? ഹാജിയാർക്കൊന്ന് നോമ്പല്ലേ? ഈ മരുഭൂമിയുടെ ഒറ്റപ്പെടലിലും എത്ര ശാന്തമായിട്ടാണ് ഇവകൾ ജീവിക്കുന്നത്. ഹാജിക്കയും ബാസിയേട്ടനും ജീവിച്ച പോലെ. അതൊരു കിടപ്പ് തന്നെ. ഈ സൗഹൃദത്തിന്റെ എവിടെത്തി? ഇതാ ഞാൻ എന്റെ ഡോറിന്റെ അടുത്തെത്തി.
ഒന്നും മറന്നിട്ടില്ലല്ലേ? ഞാനെങ്ങനെ നിങ്ങളെ മറക്കും? അല്ല, വ്യാഴാഴ്ച ആയിട്ട് നീയും നോമ്പെടുത്തുക്കണോ? എല്ലായ്പ്പോഴും ഇല്ല, ഇന്ന് മാത്രം. ഞാൻ മാത്രല്ല, ഞങ്ങളെല്ലാവർക്കും ഉണ്ട്. മരുഭൂമിയിലെ കലർപ്പില്ലാത്ത മണൽത്തരി പോലെയാണ് പ്രവാസികളുടെ മനസ്സ്. കണ്ണു നനയുന്ന ആട് ജീവിതങ്ങൾക്കപ്പുറം സൗഹൃദ ബന്ധങ്ങളിൽ മൂല്യങ്ങൾ ചേർത്ത് വയ്ക്കുന്ന മറ്റൊരു ലോകം കൂടിയുണ്ട് എന്ന് ഇവർ നമുക്ക് കാട്ടിത്തരുന്നു. അവരനെ മനസ്സിലാക്കാൻ മനുഷ്യർ മടിക്കുന്ന ഈ കാലത്ത് വർത്തമാനകാലത്തിൻ്റെ യാഥാർത്ഥ്യങ്ങൾക്കൊപ്പം ഇതുപോലെ നോമ്പും പെരുന്നാളും ഓണവും ക്രിസ്മസുമെല്ലാം പങ്കിട്ടാഘോഷിച്ച് പരസ്പരം ഹൃദയത്തിൽ അഭയം കൊടുക്കുന്നവർ. ഇനി ഇവരിലൂടെ ഞങ്ങൾ തുടങ്ങുകയാണ്. സന്തോഷത്താലും സങ്കടത്താലും കണ്ണു നനയുന്ന പ്രവാസ കഥകൾ പറയാം.